കർത്താവ് നൽകിയ അനിതര സാധാരണമായ ഒരു രോഗസൗഖ്യത്തെപ്പറ്റി പങ്കുവയ്ക്കാനാണ് എൻ്റെ ദൈവം എന്നെ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ബൈക്കിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ എൻ്റെ വലത് കാലിൻ്റെ ബലം നഷ്ടപ്പെട്ട് ഞാൻ താഴെ വീണു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ 2 കൈകളും 2 കാലുകളും ചലിക്കുന്നില്ല. മുഴുവൻ മൊബിലിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ തല മാത്രം അനങ്ങുന്നു. രാവിലെ 11 മണിയായപ്പോൾ എൻ്റെ ചേട്ടനെ വിളിച്ചു വരുത്തി. അദ്ദേഹം എന്നെ ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി. അദ്ദേഹം കൈവിട്ട ഉടനെ തന്നെ വീണ്ടും ഞാൻ താഴേക്ക് വീണു. ഉടനെ തന്നെ എൻ്റെ 2 ചേട്ടന്മാരും ഒരു സുഹൃത്തും കൂടെ എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. എഴുന്നേറ്റ് നിർത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല. ശരീരമാകെ തളർന്നുപോയി. ഉടനെ എന്നെ ഒരു കസേരയിൽ കയറ്റിയിരുത്തി ഒരു കാറിൽ കയറ്റി കൊടുങ്ങല്ലൂരിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീണ്ട 10 ദിവസത്തെ ചികിത്സ. 8ാമത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ 2 കാലുകളിലും രാത്രിയും പകലും അചിന്തനീയമായ വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു. രാത്രിയിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ തലയുടെ MRI സ്കാൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എൻ്റെ തലയുടെ MRI സ്കാൻ എടുത്തു. അതിൻ്റെ റിസൾട്ട് വന്നു. എല്ലാം നോർമലാണ്, യാതൊരു തകരാറുകളുമില്ല. തുടർന്ന് 3 ദിവസം വീണ്ടും അവിടെ ആയുർവേദ ചികിത്സ പുനരാരംഭിച്ചു. എന്നാൽ ഓരോ ദിവസവും കാലുകളിലെ വേദന കൂടുന്നതല്ലാതെ എൻ്റെ ചികിത്സയിൽ യാതൊരു പുരോഗതിയും കാണുന്നില്ല. അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നു. ഉടനെ തന്നെ ന്യൂറോളജിസ്റ്റിലേക്ക് എന്നെ റെഫർ ചെയ്തു. അദ്ദേഹം ഏറ്റവും ആദ്യം ന്യൂറോ കണ്ടക്ടിവിറ്റി വെലോസിറ്റി എന്ന ഒരു പരിശോധനയ്ക്ക് എന്നെ വിധേയനാക്കി. തുടർന്ന് എന്നെ ICUവിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:30 ആയപ്പോൾ എന്നെ ചികിത്സിച്ചിരുന്ന ന്യൂറോളജിസ്റ്റ് പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രോഗകാരണം ഞങ്ങൾ കണ്ടെത്തി. ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള ഗില്ലൻ ബാരി സിൻഡ്രോം, GB സിൻഡ്രോം എന്ന രോഗാണു വൈറസ് നിങ്ങളുടെ സ്പൈനൽ കോഡിൽ കയറിയിരിക്കുന്നു. അതുകൊണ്ടാണ് 2 കാലുകളും 2 കൈകളും തളർന്നു പോകാൻ ഉണ്ടായ കാരണം. ഈ രോഗം അടുത്തതായിട്ട് ബാധിക്കുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ പേശികളെ, റെസ്പിറേറ്ററി മസിൽസിനെ കയറി പിടിക്കും. അത് പിടിച്ചാൽ തുടർന്നുള്ള 14 ദിവസം കൃത്രിമമായ ശ്വാസോച്ഛ്വാസം എടുത്ത് വെന്റിലേറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ചികിത്സകൾ ആരംഭിക്കണം. 1.25 ലക്ഷം രൂപയുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന 5 ഇഞ്ചക്ഷൻ അടിക്കണം. 7 ലക്ഷം രൂപയോളം ഒരാഴ്ചയ്ക്കുള്ളിൽ വേണം. എൻ്റെ ശരീരത്തിലെ രക്തത്തിലെ പ്ലാസ്മ മുഴുവൻ റീപ്ലേസ് ചെയ്യണം. അനേകം വ്യക്തികളുടെ രക്തമെടുത്തിട്ട് വേണം അത് റീപ്ലേസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരി, എൻ്റെ മറ്റ് ബന്ധുക്കളെല്ലാം ഇത് കേട്ട് ആകെ പരിഭ്രാന്തരായി. അവരാകെ വിഷമിച്ചു. ഞാനിത് ICUവിൽ കിടന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യണം. ഇത്രമാത്രം സാമ്പത്തിക ചെലവുള്ള ഒരു ചികിത്സ ഞങ്ങൾക്ക് സാധ്യമല്ല, അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഡോക്ടർ വീണ്ടും എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്, നിങ്ങൾ കുടുംബത്തിലുള്ളവരും എല്ലാവരും കൂടെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനമെടുത്താൽ മതി. ഞാൻ ഡിസ്ചാർജ് ചെയ്യണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇതിനിടയിൽ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യുകയാണ്. കുറേ ഡോക്ടേഴ്സായിട്ട് എനിക്ക് പരിചയമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ജോർജ് ലിയോൺസ്, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫിജോ, സമർത്ഥനായ ന്യൂറോളജിസ്റ്റ്. അദ്ദേഹത്തെ ഫോണിലൂടെ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് ഗുരുതരമായ അതീവ ഗൗരവമായ സ്വഭാവമുള്ള രോഗമാണ്, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത, 7 ലക്ഷം രൂപയോളം ലൂർദ് ആശുപത്രിയിൽ വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ 50%
ജൂബിലി ഹോസ്പിറ്റലിൽ വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ 7,000 രൂപ പോലുമില്ല. അത്രമാത്രം സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന സാഹചര്യം. ഇതിനിടയിൽ എൻ്റെ ഒരു ചേട്ടൻ്റെ ഭാര്യ ഞാൻ അറിയാതെ തന്നെ ജൂലൈ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷയ്ക്ക് ഇവിടേക്ക് വന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ 5 കുട്ടികൾ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരിയുടെ കുഞ്ഞ്, ആകെ 10 പേരടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് എൻ്റെ ജോലി. ഞാൻ 2 കൈകളും 2 കാലുകളും തളർന്ന് ഒരു വെണ്ടയ്ക്ക് കിടക്കുന്നത് പോലെ ഞാൻ ശരീരം ആകെ തളർന്ന് കിടക്കുകയാണ്. ഈ അവസ്ഥകളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് കണ്ണുനീരോടുകൂടെ ആദ്യ വെള്ളിയാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ചേച്ചി ഇവിടെ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് എന്നെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. മൊബൈൽ ഫോൺ ഞാൻ ചെവിട്ടിൽ വെച്ചപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന, എവിടേക്കാണ് വന്നതുപോലും എനിക്കറിയില്ല. ഇവിടെ നിന്ന് ദൈവാരാധനയുടെയും പ്രാർത്ഥനയുടെയും സ്തുതിപ്പിൻ്റെയും ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അവിടെ കിടന്ന് എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട വൈദികൻ ഇപ്രകാരം ഒരു സന്ദേശം പറയുകയാണ്: 2 കൈകളും 2 കാലുകളും തളർന്ന ആൻ്റണിയെ കർത്താവ് തുടർന്നു. ഈ സമയം കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ കൈകാലുകളിലേക്ക് വ്യാപരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെ അത്ഭുതകരമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നാളുകളായിട്ട് ഞാൻ ബൈക്കിൽ നിന്ന് 6 വർഷങ്ങൾക്ക് മുമ്പ് വീണതിൻ്റെ വേദന എൻ്റെ തണ്ടലിൻ്റെ ഭാഗത്ത് L2 സ്പോണ്ടിലൈറ്റിസ് ഉണ്ടായിരുന്നു. LS ബെൽറ്റ് ഇടാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, എനിക്ക് ദീർഘദൂര യാത്ര ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാൽ ആ രോഗവും കർത്താവ് ഇതിലൂടെ എടുത്തു മാറ്റി. തൽക്ഷണം അതും വിട്ടുമാറിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതായത് 2 കൈയും 2 കാലും തളർന്നൊരു വെണ്ടയ്ക്ക കിടക്കുന്നത് പോലെ ആ ബെഡേ കിടക്കുകയായിരുന്നു. 10 കുടുംബാംഗങ്ങളുള്ള ആ കുടുംബത്തിൻ്റെ ഏക ഉപജീവന മാർഗം. ഏണിംഗ് മെമ്പറായിട്ട് ഒറ്റയാളേ ഉള്ളൂ. അനങ്ങാൻ പറ്റില്ല, ഒരു കൈ കൂപ്പാൻ പറ്റില്ല, കൈ ഉയർത്താൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, തലയും മാത്രം അനങ്ങും. അങ്ങനെ കിടക്കുമ്പം ഈ സഹോദരൻ്റെ ചേട്ടൻ്റെ ഭാര്യ അത് വിശ്വാസത്തോടെ ഇവിടെ വന്ന് അലച്ചു തല്ലി പ്രാർത്ഥിച്ച്, എന്നിട്ട് ഈ സമൂഹത്തിൽ ഇവിടെ സ്തുതിപ്പ് നടക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഓണാക്കി, എന്നിട്ട് വീട്ടിൽ കിടക്കുന്ന ചേട്ടനെ തത്സമയം അത് കേൾപ്പിച്ചുകൊണ്ടിരുന്നു. വലിയൊരു ശുശ്രൂഷയാണത്. ഈ മൊബൈൽ ഫോണൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് കാര്യമില്ല. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേച്ചിക്ക് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്ത് ആ പ്രേരണ അനുസരിച്ച് അത് ഈ കിടക്കയിൽ കിടക്കുന്ന ആ ചേട്ടൻ്റെ അടുത്ത് അത് ആ അടുത്ത് നിൽക്കുന്ന ആളുകൾ കൊണ്ട് ചെവി കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ആ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. ഇവിടെ അച്ഛൻ അനൗൺസ് ചെയ്യാണ്, ഇതാ 2 കൈയും 2 കാലും തളർന്നു കിടക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷണത്തിൽ കൊടുങ്ങല്ലൂർ അവിടെ ആ ചികിത്സ ഇങ്ങനെ കടന്ന് കയ്യും കാലും അനക്കാൻ പറ്റാതെ കടന്നിരുന്ന ഈ ആൻ്റണി തൽക്ഷണം കിടക്കയിൽ ചാടി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ച്. അപ്പോൾ ആ രോഗം മാത്രമല്ല, വേറെ ആക്സിഡൻറ്റ് വഴി ഉണ്ടായ നട്ടലിൻ്റെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും വിട്ടുപോയി നല്ല സൗഖ്യമുള്ളവനായി കർത്താവ് ഉയർത്തി നിർത്തി. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി വീശി വീശി അടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കെന്നും പരിചയായി. നന്മയൊന്നും മുടങ്ങുകയില്ല, നേരായി നടപ്പവർക്ക്.